ഈ മോശം പെർഫോമൻസ് ഉണ്ടായിട്ടും ആൾക്കാർക്ക് അപ്പോഴും എൻ്റെ അച്ഛനോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടോ അങ്ങനെ കളിയാക്കാനേ തോന്നിയുള്ളൂ. ഈ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഈ മുന്നത്തെ വർക്ക് ചെയ്ത 2 സിനിമയുടെ എക്സ്പീരിയൻസ് ഉണ്ട്. അന്ന് ഞാൻ ഒരു ന്യൂ കമറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് എന്തൊക്കെ ഗുഡ് ഓർ ബാഡ് ലേണിങ്സ്, ലെസൺസ്, എനിത്തിങ് ഐവ് ഗോട്ട്, ഐ ഫീൽ ലൈക്ക് ഇതാണ് ആദ്യമായിട്ട് എനിക്കതൊരു ആക്ടർ എന്നുള്ള നിലയിൽ നിന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റിയത്. ഒരുപാട് മറ്റേ എല്ലാ ദിവസവും സൈഡിലിരുന്ന് അച്ഛനും ചേട്ടനും ഇരുന്ന് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, നിന്റെ സീൻ ഏതാണ്, നിന്റെ അടുത്ത ദിവസത്തെ ഷൂട്ട് എങ്ങനെയാണ് പോകുന്നത്, ദിസ് ഇസ് നോട്ട് വാട്ട് ഹാപ്പൻസ് അറ്റ് ഹോം. തനിയാണ് ഒരു ആക്ടർ എന്നുള്ള നിലയിൽ എൻ്റെ വഴി ഞാൻ കണ്ടുപിടിക്കുന്ന തനിയെ തന്നെയാണ്. ആ ജേർണിയുടെ ഒരു 3rd സ്റ്റെപ്പാണിത്. ഇറ്റ്സ് സ്റ്റിൽ വെരി ഏർലി. എൻ്റെ കരിയറിൻ്റെ 3ാമത്തെ സ്റ്റെപ്പ് മാത്രമാണിത്. എൻ്റെ പ്രതീക്ഷ അനുസരിച്ച് എനിക്ക് 100 or 200 സിനിമ ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. ഞാൻ ചെയ്യും. എനിക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് ഞാൻ തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. അത് തെളിയിക്കാനുള്ള എൻ്റെ ഒരു എഫേർട്ടാണ്. ഐ ഫീൽ ലൈക്ക് എൻ്റെ ഫസ്റ്റ് 2 സിനിമയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവസരം കിട്ടിയതാണ്. പക്ഷേ ഐ വാസ് ജസ്റ്റ് വെരി അപ്സെറ്റ് ദാറ്റ് എനിക്ക് കിട്ടിയ വിമർശനം എൻ്റെ ആക്ടിങ്ങിനെ ക്രിട്ടിസൈസ് ചെയ്ത് അതിലൊരു സജഷൻ പോലെ തന്നതെന്ന് വളരെ കുറവായിരുന്നു. ആക്ടിങ്ങിനെ മാത്രം ക്രിട്ടിസൈസ് ചെയ്തൊരു സജഷൻ തരാതെ പോയതും വളരെ കുറവായിരുന്നു. ഈ മോശം പെർഫോമൻസ് ഉണ്ടായിട്ടും ആൾക്കാർക്ക് അപ്പോഴും എൻ്റെ അച്ഛനോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടോ അങ്ങനെ കളിയാക്കാനേ തോന്നിയുള്ളൂ. ഇൻസ്റ്റഡ് അവരെൻ്റെ അഭിനയത്തിനെ കുറ്റം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതിൽ നിന്ന് എന്തെങ്കിലും പഠിച്ച് വീണ്ടും നന്നാവാൻ നോക്കത്തേ ഉള്ളൂ. പക്ഷെ കൂടുതലും വരുന്നത് നെഗറ്റീവ്, ഈ ഒരു സൈഡിലൂടെ സെൻസ് ഉണ്ടാക്കാത്തൊരു നെഗറ്റീവ് വരുന്നത്. അത്രേ ഉള്ളൂ. പിന്നെ എല്ലാം ഒരു ലക്കിൻ്റെ മാജിക് അല്ലേ.